എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മാനേജർ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സർ, ഇവിടുന്ന് വിശ്വൻ പുറപ്പെട്ടിട്ടുണ്ട്. പണം ആ ബാഗിലാണ് കൊടുത്തുവിട്ടിരിക്കുന്നതെന്നും അയാൾ പറയുന്നു. അങ്ങനെ വിശ്വൻ ഒരു ഓട്ടോയിൽ ബാങ്കിൽ ചെന്നിറങ്ങി പണം അടയ്ക്കാനായി പോകുമ്പോൾ ഒരാൾ നിലത്ത് കുഴിഞ്ഞു വീഴുന്നത് കാണുന്നു. അങ്ങനെ അയാളെ സഹായിക്കാനായി പണമടങ്ങിയ ആ ബാഗ് നിലത്ത് വെച്ച് അയാളെ സഹായിക്കാനായി വിശ്വൻ പോകുന്നു. ഈ സമയം ശ്രീകാന്ത് അയച്ചിരുന്ന ആള് വിശ്വന്റെ ബാഗ് മാറ്റി പകരം അതേ നിറത്തിലുള്ള അതേപോലെയുള്ളൊരു ബാഗ് അവിടെ തിരിച്ചു വെക്കുന്നു. അങ്ങനെ വിശ്വൻ ബാങ്കിനുള്ളിൽ ചെന്ന് ക്യാഷ് അടയ്ക്കാനായി ചെല്ലുന്നു. വിശ്വനെ കണ്ടതും ക്യാഷ്യർ ഇന്ന് നേരത്തെയാണല്ലോ എന്ന് വിശ്വനോട് തിരക്കുന്നുണ്ട്. എത്ര രൂപയാണ് അടയ്ക്കാൻ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 10 ലക്ഷം രൂപയായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്നാണ് വിശ്വന്റെ മറുപടി. ഈ സമയം ശ്രീകാര്യൻ ശ്രീനിവാസനും ഭാര്യ സുധയും കൂടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ അവിടേക്ക് ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് സുധ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾക്ക് എന്തായാലും ചെന്ന് പൂജയ്ക്കായി വരാനെന്ന് പറഞ്ഞ് അവരെ വിളിക്കാമെന്ന് ശ്രീനിവാസൻ പറയുന്നു. നമ്മളെപ്പോഴും അവൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവനുണ്ടാവണം. ഇപ്പോൾ തന്നെ അങ്ങനൊരു തോന്നലുണ്ടാവാൻ വൈകിയെന്ന് ശ്രീനിവാസൻ പറഞ്ഞ് ഈ സമയം തന്നെ അവർ വിക്രമിൻ്റെ വീടിന് മുൻപിൽ എത്തിച്ചേരുന്നു. ഈ സമയം വീട്ടിലേക്ക് കയറി വരുന്ന ശ്രീനിവാസനോടായി വേദ ചോദിക്കുന്നു. വാസുവിൻ്റെ ആളുകൾ വന്ന് വീട് തീയിട്ട് നശിപ്പിച്ച ശേഷം നിങ്ങളെ ആരെയും ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ എന്ന് ഇന്നലെ കൂടി ഞാൻ വിക്രമിനോട് പറഞ്ഞതേ ഉള്ളൂ. മറുപടിയായി ശ്രീനിവാസൻ കുറച്ച് തിരക്കായിപ്പോയി. അതെന്തായാലും സാരമില്ല, എന്തായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് വേദ പറഞ്ഞ് അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയുന്നു. കേൾക്കുന്ന ശ്രീനിവാസൻ അതെന്തായാലും വേണ്ട, ഞങ്ങൾ ഈ ഉമ്മറത്ത് തന്നെ ഇരുന്നോളാമെന്ന് വേദയോട് പറയുന്നു. അങ്ങനെ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഇരിക്കാൻ പോകുന്ന ശ്രീനിവാസനെ തടഞ്ഞുകൊണ്ട് വേദ അയ്യോ അതെന്തായാലും ശരിയാവില്ല, നിങ്ങൾ വരൂ, നമുക്ക് വീടിനകത്ത് തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ വേദ ശ്രീനിവാസനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന ശേഷം അച്ഛനോടായി വേദ പറയുന്നു, നമ്മുടെ വീട് കത്തിയതറിഞ്ഞ് വന്നതാണിവർ. ഈ സമയം ശ്രീനിവാസൻ മാഷിനോട് പറയുന്നുണ്ട്, കുറച്ച് ദിവസമായി പാർട്ടി തിരക്ക് കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പോൾ സുധ നടത്തുന്ന ഒരു അന്നദാനത്തിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന മാഷാകട്ടെ ശ്രീനിവാസനോടായി പറയുന്നു, ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കഴുകിക്കളയാനുള്ളൊരു ഇടപാടല്ലേ ഇതെന്ന്. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ മറുപടിയായി അല്ല, അങ്ങനെയുള്ളൊരു കാര്യവും ഞാൻ ചെയ്യാറില്ല, ഇത് സുധ നേർന്നൊരു വഴിപാട് മാത്രമാണ്. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനായി മാഷ് കമലയോട് പറയുന്നു, കമലെ എനിക്ക് പറമ്പിൽ പോകണം, നീ വേഗം ചായ എടുക്ക്. ഇത്രയും പറഞ്ഞ ശേഷം മാഷ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി കമലയോടായി സുധ പറയുന്നു, ഞങ്ങളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്നറിയാം, മനസ്സറിഞ്ഞ് വിക്രമിനെതിരെ ശ്രീനിയേട്ടൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് കേൾക്കുന്ന കമല മറുപടിയായി അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം മാഷിന് വിക്രം ഇങ്ങനെ നടക്കുന്നതിൽ താല്പര്യമില്ല. ആ ഇഷ്ടക്കേടാകട്ടെ ഇനിയോട്ട് മാറാനും പോകുന്നില്ലെന്ന് കമല അവരോട്. ഇത് കേട്ടു നിന്ന ശ്രീനിവാസൻ നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ അതുകൊണ്ട് ഞാനിവിടേക്ക് വരാതിരിക്കുമെന്ന് കരുതണ്ട. വിക്രമിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് അന്വേഷിക്കാതിരിക്കാനും എന്നെക്കൊണ്ടാവില്ല. ഇപ്പോൾ വന്നതിന് പിന്നിൽ സുധ നടത്തുന്ന ഒരു വഴിപാടിന് നിങ്ങളെയൊക്കെ ക്ഷണിക്കുക എന്ന ഉദ്ദേശവും കൂടിയുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാം വിക്രമിൻ്റെ കൂടെ അവിടേക്ക് വരണം. ഇത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ. വേദ അവരോടായി പറയുന്നു, അയ്യോ നിങ്ങൾ പോവുകയാണോ, നിങ്ങളിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വേണ്ടെന്ന് പറഞ്ഞ ശ്രീനിവാസൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ശ്രീനിവാസനും ഭാര്യയും വിക്രമിനെ കാണുന്നത്. സാർ എപ്പം വന്നു എന്ന് വിക്രം കണ്ടിടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വന്നത്തെ കുറച്ചു നേരമായി, പക്ഷേ വേദ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിരുന്നു. ഈ സമയം വിശ്വേട്ടൻ തൻ്റെ പണം നഷ്ടപ്പെട്ട വിവരം മാനേജറിനെ അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ മാനേജർ ആകട്ടെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ പണം എണ്ണി തിട്ടപ്പെടുത്തി ബാഗിൽ വെച്ച് ലോക്കറിൻ്റെ കീയും തന്നത്. അങ്ങനെ മാനേജർ ദേഷ്യത്തോടെ വിശ്വനോടായി പറയുന്നു, എടോ മിഴിച്ചു നിൽക്കാതെ ക്യാഷ് എവിടാണെന്ന് പറയൂ. ഇതെല്ലാം കേട്ടുകൊണ്ട് വിശ്വൻ മാനേജറോടായി പറയുന്നു, സർ ഞാൻ പറഞ്ഞത് സത്യമാണ്, പണം ഞാൻ എടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നതാണോ നുണയെന്ന് മാനേജർ ചോദിക്കുന്നു. എടോ തൻ്റെ മുമ്പിൽ വെച്ചല്ലേ എണ്ണി ഞാൻ ബാഗിൽ ക്യാഷ് വെച്ചത്, പിന്നെ ആ പണം എവിടെ പോയെന്ന് താൻ തന്നെ പറയാൻ മാനേജർ ആവശ്യപ്പെടുന്നു. എനിക്കറിയില്ല സാർ എന്ന് വിശ്വൻ നിസ്സഹായാവസ്ഥയിൽ പറയുമ്പോൾ നിനക്കറിയാം, നിന്നെക്കൊണ്ട് എങ്ങനെ പറയിക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് മാനേജർ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. ഇത്രയും വിശ്വനോടായി പറഞ്ഞ ശേഷം മാനേജർ ഫോണെടുത്ത് ശ്രീകാന്തിനെ വിളിച്ച് വിവരമറിയിക്കുന്നു. സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാളെ പുറത്തു വിടാതെ നോക്കണമെന്നാണ് ശ്രീകാന്തിൻ്റെ നിർദ്ദേശം. ഈ സമയം ശ്രീനിവാസൻ വിക്രമിൻ്റെ മുറിയിൽ ചെന്നിരിക്കുകയാണ്. മുറിയാകെ നോക്കിയ ശേഷം ശ്രീനിവാസൻ വിക്രമിനോടെ പറയുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇത് കേൾക്കുന്ന വിക്രം അത് സാരമില്ല സർ. ഈ സമയം വിക്രമിനോടായി ശ്രീനിവാസൻ ചോദിക്കുന്നു, സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പിറ്റേ ദിവസം തന്നെ തിരിച്ചടിക്കുന്ന ആളല്ലേ നീ, ഇത് പിന്നെ ഇപ്പോൾ എന്തു പറ്റി, പേടിച്ചു പോയോ, അതോ അവൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നും ചെയ്യണ്ടെന്ന്. ഇത് കേൾക്കുന്ന വിക്രം മറുപടിയായി അയ്യോ സാർ, അവളങ്ങനെ പറഞ്ഞാൽ ഞാൻ അത് കേട്ട് അകത്തിരിക്കുന്ന സാർ വിചാരിച്ചോ. ഈ സമയം ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് വേദ. അങ്ങനെ വേദ വിക്രമിനോടായി ചിലപ്പോൾ അങ്ങനെ കേട്ട് അകത്തിരിക്കുമെന്ന് തോന്നി സംശയം തോന്നിയോണ്ടായിരിക്കുമല്ലോ സാർ ഇപ്പോൾ അന്വേഷിച്ചു വന്നത്. ഇനി ചിലപ്പോൾ വിക്രം ഈ പ്രതികാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നല്ലവനായി പോയെങ്കിലോ.
ഇത് കേട്ടതും വിക്രം വേദയെ അടിക്കാനൊരുങ്ങുന്നു. അത് തടയുകയാണ് ശ്രീനിവാസൻ. അങ്ങനെ ശ്രീനിവാസൻ വേദയോടായി പറയുന്നു, വേദ, നീ അന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചതും ഞാൻ മറുപടി പറഞ്ഞതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് വിക്രമിനെ കൊണ്ട് ഇതിന് പ്രതികാരം ചെയ്യാനൊന്നുമല്ല. ഇവന് ഒരു പ്രശ്നം പറ്റിയെന്ന് തോന്നുമ്പോൾ വെറുതെ വീട്ടിലിരിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ഇത് കേൾക്കുന്ന വേദ, കൂടെ ചേച്ചി അമ്പലത്തിൽ നടത്തുന്ന വഴിപാടിന് ഇവരെ ക്ഷണിക്കാമെന്ന് വിചാരിച്ചു അല്ലേ സാർ? ആ പേര് പറഞ്ഞിട്ടാകുമ്പോൾ മറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ. ശ്രീകാര്യം സാർ വെറുതെ നാടൻ കളിക്കുകയാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന് വേദ. മാത്രമല്ല, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്കും വിക്രമിൻ്റെ വീട്ടുകാർക്കും നിങ്ങളോടുള്ള സമീപനമൊന്നും മാറാൻ പോകുന്നില്ല. മാത്രമല്ല, വിക്രം നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതുവരെ ഞാൻ അടങ്ങിയിരിക്കാനും പോകുന്നില്ലെന്ന് വേദ. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന വിക്രം വേദയോടായി, നിർത്ത്, എൻ്റെ വീട്ടിലാണ് ശ്രീനി സാർ വന്ന് കയറിയിട്ടുള്ളത്, അത് നിന്റെ സംസാരം കേൾക്കാനായിട്ടല്ല. ഇത് കേൾക്കുന്ന വേദ പരിഹാസ സ്വരത്തിൽ വിക്രമിനോടായി ചോദിക്കുന്നു, അതിന് നിങ്ങൾക്കിത് സ്വന്തം വീടാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടോ? വീട് സ്വന്തമാണെന്ന് തോന്നിയാൽ വീട്ടുകാരും സ്വന്തമാണെന്ന് തോന്നും. അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളുടേത് കൂടിയാണെന്ന് തോന്നും. അങ്ങനെ വിക്രമിന് തോന്നുന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയുമോ? ശ്രീകാര്യം സാർ, ഞാൻ നിങ്ങളെ വിക്രമൻ തമ്മിൽ പിരിക്കുമെന്ന് പലതവണ വിക്രമനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ധം ദൃഢമാക്കാനുള്ള യാതൊരുവിധ ഉദ്ദേശങ്ങളും ഈ വരവിന് പിന്നിലുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. വിക്രം ഇതുവരെ നടന്നുകൊണ്ടിരുന്ന വഴിയിൽ നിന്ന് വിക്രമിനെ മാറ്റി നടത്തണമെന്ന് ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയുമെല്ലാം കുറേ കാലമായി വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനും അത് മോഹിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് തൊഴുകയോടെ വേദ ശ്രീനിവാസനോടായി പറയുന്നു. ഇതെല്ലാം കേട്ട ശേഷം ശ്രീനിവാസൻ വിക്രമിനോടായി, ഇവള് കൊള്ളാമല്ലോ, ഞാൻ വിചാരിച്ചാലും അപ്പുറമാണിവൾ. എന്തായാലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഒരു വഴിപാടിന് വരിക. എന്താ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ശ്രീനിവാസൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഭാര്യ സുധയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ശ്രീനിവാസനും ഭാര്യ സുധയും അവിടെ നിന്ന് പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന വിക്രം അവർ പോയ ശേഷം തന്നെ വേദയോടായി വഴക്കിന് ചെല്ലുന്നു. ഇത് തടയുന്ന വേദ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? നിങ്ങളുടെ സാറ് അകത്തേക്ക് വന്നപ്പോൾ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊണ്ടാണ് നിങ്ങളുടെ അച്ഛൻ പ്രതികരിച്ചത്. ഞാൻ പക്ഷേ അവരെ നന്നായി തന്നെ സ്വീകരിച്ചു, അവരെ അകത്തോട്ട് ക്ഷണിക്കുകയും ചെയ്തു. പിന്നെ പറയാനുള്ളത് പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ വെച്ച്, അതും മുറിക്കകത്ത് വെച്ച് തന്നെയാണ്. അത് ഞാൻ ഇനിയും ആവർത്തിക്കും. ആ പേരിൽ എന്നോട് വഴക്കിന് വരണ്ടെന്ന് വേദ തീർത്തു പറയുന്നു. ഈ സമയം തൻ്റെ ഓഫീസിലുണ്ടായ പണമിടപാടിൻ്റെ പ്രശ്നം പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ശ്രീകാന്ത്. അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടായി, നിങ്ങളെല്ലാവരും എന്താണ് ഇങ്ങനെ കൂടി നിൽക്കുന്നത്? നിങ്ങൾക്കൊന്നും യാതൊരുവിധ ജോലിയും ഇല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുവരുന്ന മാനേജർ അവരോടായി, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്? അവരവരുടെ സീറ്റിൽ പോയിരുന്ന് നിങ്ങളുടെ ജോലി ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ശ്രീകാന്ത് മാനേജറോടായി ചോദിക്കുന്നു, നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തോ? സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് ചെയ്തിരിക്കുന്നു എന്ന് മാനേജർ പറയുന്നു. അവരിപ്പോൾ എത്തും. ശേഷം ശ്രീകാന്ത് വിശ്വനോടായി പറയുന്നു, ആ വീട്ടിൽ കള്ളനും തല്ലുകൊള്ളിയുമായിട്ട് ഒരാളെ ഉള്ളെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് പക്ഷേ എനിക്ക് പറ്റിയ തെറ്റായിരുന്നു. ഇത് കേൾക്കുന്ന വിശ്വനാകട്ടെ മറുപടിയായി, സർ, ഞാൻ എടുത്തിട്ടില്ല, സത്യമാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് വിശ്വൻ പരിഹാസ സ്വരത്തിൽ വിശ്വനോടായി പറയുന്നു, നിന്റെ അച്ഛന് നല്ല പേരാണല്ലോടാ, രാഷ്ട്രപതിയുടെ അവാർഡ് വരെ വാങ്ങിയ ഒരു മാതൃകാ അധ്യാപകൻ, സത്യസന്ധൻ. പിന്നെ നിങ്ങൾ മക്കൾ എന്താടാ ഇങ്ങനെയായിപ്പോയത്? ഇത് നീ മനഃപൂർവ്വം എടുത്തതാണോ അതോ നിന്റെ അനിയൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? കേൾക്കുന്ന വിശ്വൻ കരഞ്ഞുകൊണ്ട്, അയ്യോ സാറേ, എനിക്കും അവനും ഇതിൽ യാതൊരുവിധ പങ്കുമില്ലെന്ന് പറയുമ്പോൾ കേട്ടുനിന്ന ശ്രീകാന്ത്, അതിനി പോലീസ് തെളിയിച്ചോളും. ഗുണ്ടകൾ വന്ന് സ്വന്തം വീട് കത്തിച്ചപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി പണമായി സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് വിക്രമായിരിക്കുമല്ലേ നിങ്ങളുടെ ഉദ്ദേശിച്ചതെന്ന് ശ്രീകാന്ത് പറയുന്നു. ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് പോലീസും കടന്നു വരുന്നു. ഈ സമയം ശ്രീകാന്ത് പോലീസിനോടായി പറയുന്നു, വെളിഞ്ഞ പുള്ളിയാണ്, നിന്ന ദിപ്പിൽ തന്നെ 10 ലക്ഷം രൂപ വിഴുങ്ങിയിട്ട് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയം ശ്രീകാന്ത് പോലീസിനോടായി പറയുന്നു, സാറേ, ഞങ്ങൾക്ക് ചോദിക്കുന്നതിൽ ഒരു ലിമിറ്റേഷനൊക്കെ ഇല്ലേ? മാത്രമല്ല ഇവനിത് ഒറ്റയ്ക്കാ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന പോലീസാകട്ടെ, ഇവന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇവനെ കൊണ്ട് തന്നെ പറയിക്കാം. ഇവൻ്റെ വീട്ടിൽ തന്നെ ഇതിന് പ്രസിദ്ധനായിട്ടുള്ള ഒരാളുള്ളപ്പോൾ പുറത്തുപോയി ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് കേട്ടിടും തന്നെ വിശ്വൻ, സാറേ, എൻ്റെ അനിയന് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയത്തില്ല. കേട്ടുനിന്ന പോലീസ്, ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ തന്നെ പറയേ. അയാളെ കൊണ്ടുപോയി ജീപ്പിൽ കയറാനായിട്ട് കൂടെയുള്ള ഹെഡ് കോൺസ്റ്റബിളിനോട് പോലീസ് ആവശ്യപ്പെടുന്നു. പോകുന്നതിന് മുമ്പ് SI ശ്രീകാന്തിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, അവൻ എവിടെയാണ് പണം ഒളിപ്പിച്ചിട്ടുള്ളതെന്ന് തത്ത പറയുന്ന പോലെ ഞാൻ അവനെ കൊണ്ട് പറയിക്കും സാറേ. എന്നാൽ ശരി, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വിശ്വനെ പോലീസ് ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വർഷയുടെ അച്ഛൻ. ഈ സമയം അയാൾ ശ്രീകാന്തിനോടായി ചോദിക്കുന്നു, ഇനി ഇവനെ ഇറക്കാനായിട്ട് നിന്റെ പെങ്ങള് ഒരുമിട്ടിറങ്ങുമോ എന്ന്? ചിലപ്പോൾ അവളുടെ കൂടെ എൻ്റെ മോനും കാണും, ദർശൻ. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ആകട്ടെ, ഇത്തവണ അവർ രണ്ടുപേരും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം തെളിവുകൾ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തോടു കൂടി വേദ ആ വീട്ടിൽ വന്ന് കയറിയതാണെന്ന് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ തോന്നണം. അങ്ങനെ ആ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മൊത്തത്തിൽ മാറണം. അവളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അവർക്ക് എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ തന്നെ പറ്റില്ലല്ലോ.
ഈ സമയം വിനായകനാകട്ടെ വേദയിൽ കൂടി ചിട്ടിയിൽ ചേർക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് കേൾക്കുന്ന വേദയാകട്ടെ അല്ലെങ്കിലും വിനയേട്ട, എനിക്കിങ്ങനത്തെ ഫ്ലാറ്റിലൊന്നും താമസിക്കാനായിട്ട് ഇഷ്ടമില്ല. ഇതുപോലെ നല്ല തണുപ്പും അന്തരീക്ഷവും ഒക്കെയുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഇത് കേൾക്കുന്ന വിനയേട്ടനാകട്ടെ, വേദ ഇപ്പോൾ പ്രാക്ടീസിന് ഉടനെ തന്നെ ചേരുമല്ലോ, പിന്നെ മാസം ഒരു 10,000 രൂപ ഒപ്പിക്കാനായിട്ട് വലിയ പാടുമില്ല. എനിക്കാണെങ്കിൽ ആളുകളെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഗുണവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വിനായകൻ പറയുന്നു. ഇത് കേൾക്കുന്ന സുധാകരൻ മാഷ് വിനയനോട്, നിന്റെ കച്ചവടമൊക്കെ വീട്ടിന് പുറത്തല്ലായിരുന്നോ, ഇപ്പോൾ വന്ന് വീട്ടിനകത്തുമായോ? ഇത് കേട്ടിട്ടും വേദ വിനായകനോടായി പറയുന്നു, എനിക്കിതൊന്നും ശരിയാകില്ല വിനായകേട്ടാ. പിന്നെ ഏട്ടന് വേണമെങ്കിൽ ഒരു നറുക്കിൽ എന്നെ ചേർക്കാം, പക്ഷെ ഞാനത് അടയ്ക്കുകയൊന്നുമില്ല. ഇത് കേട്ട് നിന്ന് നന്ദിനി വിനായകനോട് ദേഷ്യത്തോടെ, നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് തേക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് 4 പേരെ വിളിക്കാൻ നോക്ക്, അല്ലാതെ വീട്ടിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ സമയത്താണ് SI സാബു സുധാകരൻ മാഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഫോൺ എടുത്ത ഉടൻ തന്നെ എന്താ കാര്യമെന്ന് മാഷ് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകൻ ഇവിടെയുണ്ടെന്നാണ് SI പറയുന്നത്. ഇത് കേട്ടപാടെ മാഷ് അയാളോടായി പറയുന്നു, മാസത്തിൽ ഒരു തവണ സ്റ്റേഷനിൽ കിടക്കുക എന്നത് വിക്രത്തിന്റെ ഒരു പതിവാണല്ലോ, അതിനിപ്പോൾ ഞാൻ എന്താണ് വേണ്ടതെന്നാണ് മാഷ് അയാളോട് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന SI ആകട്ടെ, അയാളായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് പറയുകയുണ്ടായിരുന്നില്ല. ഇത് പക്ഷേ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് മറ്റൊരാളാണ്, വിശ്വം. അങ്ങനെ വിശ്വം ജയിലിലായതറിഞ്ഞ് എല്ലാവരും തന്നെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.